ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ആലപ്പുഴയുടെ ഭാഗമായ കായംകുളം മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് സൂചന. നിലവിൽ സ്ഥലം MLA-യും CPM വനിതാ നേതാവുമായ യു പ്രതിഭ കുറച്ചു നാളുകളായി CPM-മായി അകൽച്ചയിലാണ്. പ്രാദേശിക നേതൃത്വവുമായി നിരവധി തവണ MLA കൊമ്പ് കോർത്തിട്ടുണ്ട്. തുടർച്ചയായി രണ്ടാം തവണയും വിജയിച്ച പ്രതിഭയെ അടുത്ത തവണ പരിഗണിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി അരിത ബാബു പരാജയപ്പെട്ടത് നിശ്ചിത വോട്ടുകൾക്കായിരുന്നു. അതായത് LDF-നോളം ഇല്ലെങ്കിലും കൃത്യമായ സംഘടനാ സംവിധാനവും ശക്തിയും കായംകുളത്ത് കോൺഗ്രസിനുണ്ട്. നിലവിൽ മുസ്ലിം ലീഗും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. CPM വിട്ട് കോൺഗ്രസിലേക്ക് എത്തി വീണ്ടും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ പറ്റിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പ്രാദേശിക നേതൃത്വം പ്രതിഭയ്ക്കെതിരെ 2018 അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിരുന്നു. തകഴി ഏരിയ കമ്മിറ്റിയാണ് ഘടകത്തിൽ നിന്നും പ്രതിഭ ഹരിയെ നീക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്. തുടർച്ചയായി ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും പാർട്ടി പരിപാടികളിൽ നിന്നും പ്രതിഭ വിട്ടുനിൽക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു നടപടി. CPM-നെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയ നിലമ്പൂർ MLA PV അൻവറിനെ പിന്തുണച്ച് പ്രതിഭ രംഗത്ത് വന്നതും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിന് ഇടവരുത്തി. അൻവറിന്റെ നിരീക്ഷണങ്ങൾ കാര്യമാണ്. ഒരു വ്യക്തി സർവീസിലിരിക്കുന്ന കാലത്ത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നായിരുന്നു MLA പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടറിയെ തള്ളിയതിന് പിന്നാലെയും PV അൻവറിനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രതിഭ ഇക്കാര്യം പറയുകയായിരുന്നു. CPM അൻവറിനെ തള്ളിയിട്ടില്ലെന്നും പിന്തുണ മാറ്റേണ്ട ആവശ്യമില്ലെന്നും പ്രതിഭ അന്ന് ആവർത്തിച്ചിരുന്നു. ആജീവനാന്ത പിന്തുണയാണ് അൻവറിന് നൽകിയതെന്നും അദ്ദേഹം ഉയർത്തിയ വിഷയത്തിൽ ആദ്യം മുതൽ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പിന്തുണ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല പ്രഖ്യാപിക്കുന്നതെന്നും പ്രതിഭ തുറന്നടിച്ചിരുന്നു. ശരിയായ കാര്യത്തിന് നൽകുന്ന പിന്തുണ ആജീവനാന്തമാണെന്നും അവരുടെ വാദം അൻവറിന്റെ വഴിയെ നടക്കുന്നതിനുള്ള തുടക്കമാണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് CPM-ൽ ഉണ്ടായത്. ഇനിയുള്ളവരും സത്യം വിളിച്ചു പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരണമെന്നും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിഭ അന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ CPM-നെതിരെ സത്യം വിളിച്ചു പറഞ്ഞ് പുതുവഴി തേടുകയാണ് പ്രതിഭ എന്ന കിംവദന്തി കായംകുളത്തെ ചൂടൻ ചർച്ചയാണ്. കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്ന നേതാക്കൾ അപകടത്തെ മനസ്സിലാക്കി വേണ്ട പോലെ കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിഭ വന്നാൽ അതിനെ സുവർണ അവസരമായി കോൺഗ്രസ് കാണുക തന്നെ ചെയ്യും. ചെറുപ്പവും സ്ത്രീത്വവും സ്വീകാര്യതയുമെല്ലാം പ്രതിഭയെ കോൺഗ്രസിനൊപ്പം നിർത്തുന്നതിനുള്ള കാരണങ്ങളായി മാറും. അപ്പോഴും കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി എതിർസ്വരങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്നതാകും.